സംസ്ഥാനത്ത് ലൈസൻസ് ലഭിക്കാനുള്ള കാത്തിരിപ്പ് എത്രയാണെന്നോ 4 മാസത്തോളമാണ്. ലേണേഴ്സ് പരീക്ഷയ്ക്കുള്ള കാത്തിരിപ്പ് 35 മുതൽ 50 ദിവസം വരെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് 2 മാസത്തോളം കാത്തിരിക്കണം. അവധിക്കാലത്ത് ലൈസൻസ് നേടാനുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ ശ്രമങ്ങൾക്കിപ്പോൾ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പണ്ടൊക്കെ ഞാൻ ലേണിംഗ് ടെസ്റ്റ് അപേക്ഷ ഒരു വിദ്യാർത്ഥി ലൈസൻസ് എടുക്കുന്ന അപേക്ഷ ആദ്യം ലേണിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ലേണേഴ്സ് പാസ്സായി 30 ദിവസം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ലേണേഴ്സിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലേണേഴ്സിൻ്റെ ഡേറ്റ് പോലും 1.5 മാസത്തോളം 1 മാസത്തെ ക്യാപ്പിട്ടാണ് ലേണേഴ്സ് ഡേറ്റ് വരുന്നത്. പിന്നെ ലേണേഴ്സ് പാസ്സായി 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് വീണ്ടും 1.5 മാസം എടുക്കും. ചുരുങ്ങി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ലേണേഴ്സ് എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൈക്കപ്പെടണമെങ്കിൽ കുറഞ്ഞൊരു 95 ദിവസം സമയം വരുന്നുണ്ട്. 3.5 മാസമൊക്കെ സമയം എടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ വരികയാണ്. വെക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് +2 ഒക്കെ പാസ്സായി വരുന്ന പിള്ളേർക്കൊക്കെ വിദേശത്താണ്. ഇപ്പോൾ നമുക്കറിയാം മിക്ക പിള്ളേരും വിദേശത്തേക്ക് പറക്കുകയാണ് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവർക്ക് പഠിച്ച് ഇവിടുന്ന് ലൈസൻസ് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. എങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പിള്ളേരെല്ലാം പെട്ടെന്ന് ലൈസൻസ് എടുക്കേണ്ട അന്യ സംസ്ഥാനങ്ങളിൽ ആശ്രയിക്കുകയും അതുമൂലം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു MBAക്ക് 40 പേർക്കാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് 3 MBA ഉണ്ട്. അപ്പം 3 MBA ആകുമ്പോൾ ഒരാൾക്ക് 40 വെച്ച് 120 പേർക്കാണ്. പക്ഷേ ഒരു ദിവസം 10 പേരെങ്കിലും വെച്ച് കൂട്ടിയാൽ 40 50 ആക്കി കഴിഞ്ഞാൽ അവർ ഒരു ദിവസം 30 പേര് വെച്ച് കിട്ടും. അപ്പോൾ ഒരാഴ്ച 4 ദിവസം ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാസം നല്ലൊരു വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. അതൊന്ന് ഗവൺമെൻറ് ഒരു ദിവസത്തിൽ 10 സ്ലോട്ടെങ്കിലും കൂട്ടി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. കണ്ണൻ നായർ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കുറേ പരിഷ്കാരങ്ങൾ, ഏത് വിധത്തിലാണ് നടപടികൾ കടുപ്പിക്കുന്നത്, വലിയ കാര്യത്തോടു കൂടി കുറേ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇത്രയും വലിയൊരു പ്രതിസന്ധി വരുന്നതിന്റെ കാരണം എന്താണ്? ആദ്യപടിയായ ടെസ്റ്റിന് വരെ പോലും 1.5 മാസം കാത്തിരിക്കേണ്ടി വരും. അവധിക്കാലമാണ്, എത്രയോ പേർ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ്. എന്നിട്ട് പോലും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാണല്ലോ. അതിനെന്താണ് വിശദീകരിക്കുന്നത്? ഇതൊക്കെ പരിഹരിച്ചു പോണ്ടേ? തീർച്ചയായിട്ടും പൂജ, ഇതൊക്കെ പരിഹരിച്ചു പോകണം. കൃത്യമായി അപകടം ഇല്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുക, റോഡിൽ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഒരു ഡ്രൈവറുടെ പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരിഷ്കാരത്തിലൂടെയൊക്കെ തന്നെ ശ്രമിച്ചത്. പക്ഷേ അത് ഈ ലൈസൻസ് നേടാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ പറയുന്നത്. കാര്യം ഈ ലൈസൻസ് ലേണേഴ്സ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുകയാണ് നമ്മൾ. അപേക്ഷ നൽകുന്ന സമയത്ത് മുൻകാലങ്ങളിൽ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ ലേണേഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ലോട്ട് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ 35 മുതൽ 50 ദിവസം വരെ ആ സ്ലോട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ പരീക്ഷാ ഡേറ്റ് വന്ന് പരീക്ഷയ്ക്ക് പാസ്സാകാനും ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ 20 ചോദ്യങ്ങൾ 20 മിനിറ്റ് കൊണ്ട് എഴുതി തീർത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 30 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 30 സെക്കൻഡ് മാത്രമാണ് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള ഒരു സമയം. അത് കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണ്. ആ സമയത്തൊക്കെ തന്നെ പലപ്പോഴും സമയം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. 30 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് 4 ഓപ്ഷൻ പരിശോധിച്ച് വരുമ്പോഴേക്കും ആ സമയം കഴിഞ്ഞു പോകും. പല ആൾക്കാർക്കും അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്ന അവിടെ പരീക്ഷയ്ക്ക് നിൽക്കുന്ന നോക്കാൻ വേണ്ടി നിൽക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് പോലും ചിലപ്പോൾ എഴുതിയാൽ പാസ്സാകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സമയക്രമമാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം പാസ്സായതെന്ന് തന്നെ ഇരിക്കട്ടെ, സാധാരണ ഒരു 100 പേർ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ലേണേഴ്സ് പാസ്സാവുന്നത് 30% അതായത് 30 പേരായിരിക്കും പാസ്സാവുന്നത്. അതിനുശേഷം പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോഴേക്കും ഏതാണ്ട് 2.5-3 മാസം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും ലേണേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റോ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കാലാവധി വീണ്ടും നീളും. ചിലപ്പോൾ 6 മാസം വരെ ആവുകയാണെങ്കിൽ അവരുടെ ലേണേഴ്സിൻ്റെ കാലാവധി പോലും തീരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പരിഷ്കാരങ്ങൾ നല്ലതാണ്, പക്ഷേ അത് പൂർണ്ണമായും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച വ്യക്തിയാണ് വിനോദ്. ഇപ്പം പരിഷ്കാരങ്ങളെല്ലാം നല്ലതാണ്, നല്ല രീതിയിൽ വാഹനം ഓടിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ എത്ര കുട്ടികൾക്ക് ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു മാസത്തിനിടയ്ക്ക്? നമുക്കിപ്പോൾ ലേണിംഗ് ടെസ്റ്റിന് പാസ്സായി കഴിഞ്ഞാൽ 1 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ലേണിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാനായിട്ട്. ലേണിംഗ് ടെസ്റ്റ് പാസ്സായി പിന്നെ 30 ദിവസം വീണ്ടും 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടുന്നത്. അതിന് ഏകദേശം 90 ദിവസത്തോളം അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 80-85 ദിവസത്തെ ക്യാപ്പ് വരുന്നുണ്ട്. അപ്പോഴത്തേനും ഇപ്പം വെക്കേഷൻ ടൈം ആയിട്ടുണ്ട്. ഇപ്പം പല കുട്ടികളും പുറത്ത് പോയാണ്, വിദേശത്തൊക്കെ പോയാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ദിവസം ഒരു MBAക്ക് 40 സ്ലോട്ടേ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ 40 എന്നുള്ള ഒരു 10 വെച്ച് കൂട്ടുക എന്നുണ്ടെങ്കിൽ 3 MBA ഉണ്ട്. അപ്പം ഒരു ദിവസം 30 പേരും കൂടെ അഡീഷണൽ കയറി വരാൻ പറ്റും. അങ്ങനെ ഈ +2 ഇപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വിദേശത്ത് പോകുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് ലൈസൻസ് എടുത്തിട്ട് പോകാൻ പറ്റും. അത് വലിയൊരു സഹായകരമാകും. തന്നെയല്ല, നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു വേളയിൽ ഇങ്ങനൊരു സ്ലോട്ടിൻ്റെ എണ്ണം കുറയുമ്പം ഡ്രൈവിംഗ് ടെസ്റ്റിന് മറ്റ് സംസ്ഥാനങ്ങൾ ആശ്രയിക്കുകയും അത് സർക്കാരിൻ്റെ റവന്യൂ വരുമാനം കുറയാൻ
ഗണ്യമായി കുറയാനും ചാൻസ് ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാര്യം പൂജ, അതായത് അതിർത്തി ജില്ലകളിൽ താമസിക്കുന്ന ആൾക്കാർ, അവർക്ക് നേരെ കർണാടക, ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ മംഗലാപുരത്തോ മറ്റോ പോയി പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ പുല്ലൂർ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തെക്കാശി പോലുള്ള സ്ഥലങ്ങളിൽ പോയി ലൈസൻസ് എടുക്കാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് ലൈസൻസ് എടുത്ത് അവർക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഒരു റവന്യൂ വരുമാനം കൂടിയാണ് കുറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം, ഗതാഗത മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇടപെടണം എന്നുള്ളതാണ്. പരിഷ്കാരങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്ന പരിഷ്കാരങ്ങളാക്കണം എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അന്നും ഈ സ്ലോട്ടുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പരാതിയൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഈ പ്രശ്നം തുടർന്ന് പോവുകയാണോ? എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടേ? പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൻ ആശ്രമ മൈതാനത്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അവിടുത്തെ തന്നെ കാര്യം അറിയാം. ഈ അവധിക്കാലത്ത് തന്നെ എത്രയോ പേരാണ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അവധിക്കാലം നോക്കിയിരിക്കുകയാണ് ഈ ഒന്ന് ടെസ്റ്റ് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയല്ലേ ഉണ്ടാകാൻ പോകുന്നത്? എത്ര പേർക്കാണ് അവരുടെ സമയം നഷ്ടമാകുന്നത്? ഇപ്പോൾ പരീക്ഷയൊന്നും പാസ്സായില്ല എങ്കിൽ പോലും അടുത്തത് എഴുതാൻ വേണ്ടിയിട്ടും അതിലും കൂടുതൽ സമയം കാത്തിരിക്കണം. ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 4 മാസത്തോളമുള്ള കാലാവധി എന്നൊക്കെ പറയുന്നത് അത് ഒരുപാട് കൂടുതലാണ്. ഇത് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഉണ്ടായി ഇതിനെ പരിഹരിച്ചു പോകാൻ തന്നെ എത്ര താമസം വേണ്ടി വരും? ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ടോ? എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്? അങ്ങനെ ഒരു വിശദീകരണവുമില്ല. നേരത്തെ നടത്തിയ പരിഷ്കാരമാണ്. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ദിവസം 40 ലൈസൻസുകൾ നൽകുക, ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അത് 60 ആയിരുന്നു. അത് ഇതിൻ്റെ ഒരു ഒരു നല്ല നടത്തിപ്പിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഈ വെക്കേഷൻ സമയത്താണ്, അതായത് +2 പാസ്സായി കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്താണ് പല ആൾക്കാരും ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ അതിനുശേഷം വിദേശങ്ങളിലോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ പോയി പഠിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ രീതി. അങ്ങനെയുള്ള കുട്ടികൾക്ക് പല ആൾക്കാർക്കും ലൈസൻസ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാര്യം ആ സ്ലോട്ട് കൂട്ടുക എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തുന്നതിനൊപ്പം തന്നെ സ്ലോട്ടുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പം കൊല്ലത്ത് 3 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്. അവർ ഒരു ദിവസം 10 സ്ലോട്ടുകൾ വീതം കൂട്ടിക്കഴിഞ്ഞാൽ 30 ആൾക്കാർക്ക് കൂടി അവസരമുണ്ടാകും. അങ്ങനെ ഒരാഴ്ചയാകുമ്പോഴേക്കും ഒരു വലിയ രീതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അവസരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. അത് ഒരു മാസം ആകുമ്പോഴേക്കും ഒരു വലിയ സംഖ്യയായി മാറും. അങ്ങനെ വരുന്ന സ്ഥിതി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പറയുന്ന ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരുടെ ആയാലും അല്ലെങ്കിൽ മറ്റ് ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആയാലും ഒരാവശ്യം. എന്നാൽ അത് സംബന്ധിച്ചൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം വെക്കേഷൻ സമയമാണ്. ഇപ്പോൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്ലോട്ട് കൂട്ടുന്ന കാര്യത്തിലേക്ക് തീരുമാനങ്ങൾ എത്താതെ പോകുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.